ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു വൈറൽ റെസിപ്പിയാണ് ബൺദോശ. കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റും അതുപോലെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അപ്പാണിത്. ഇതിനു വേണ്ടി 2 കപ്പ് പച്ചരിയും 1 ടീസ്പൂൺ ഉലുവയും 3-4 മണിക്കൂർ മുന്നേ കുതിർത്ത് കഴുകി വെച്ചതാണിത്. ഇനി ഇതിലേക്ക് 1 കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള അവിലാണ് ഞാൻ എടുത്തത്. അവിലെടുത്ത് കുറച്ച് ടൈം ഒന്ന് കുതിർത്ത് വെച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പെട്ടെന്ന് അരഞ്ഞു കിട്ടും അങ്ങനെ ചെയ്താൽ. 10 മിനിറ്റ് സോക്ക് ചെയ്താൽ വെച്ചാൽ മതി. ഇനി ഇത് അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത്. ആദ്യം പകുതി ഭാഗം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഇതിപ്പോൾ ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി യോജിപ്പിക്കണം. ഇനി ഇത് പൊങ്ങാനായി 8-10 മണിക്കൂർ മാറ്റി വെക്കണം. ഞാൻ രാത്രി അരച്ചെടുത്ത് രാവിലെയാണ് ചുട്ടെടുത്തത്. ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. രാവിലെ ഇത് തുറന്നു നോക്കുമ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് മാവ്. ഇനി മാവിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊന്ന് ജസ്റ്റ് ചൂടായാൽ മതി. ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത് ചൂടോടുകൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായി തക്കാളി ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വലിയ സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വഴന്നു വന്നാൽ അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ ചേർത്തത്. തക്കാളി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നന്നായി അരച്ചെടുക്കാം. ഇനി ഇത് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെച്ച് ചൂടായാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അരച്ചു വെച്ച തക്കാളി മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചെറുതായി ഒന്ന് ചൂടായി വന്നാൽ തീ ഓഫ് ചെയ്യാം. തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബൺദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ബൺദോശ ചുട്ടെടുക്കാം. അതിനു വേണ്ടി ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. 1.5 തവി മാവാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആവുള്ളൂ. ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗം കൂടി ഒന്ന് വേവാനുണ്ട്. കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് വരും. ഇനി ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെയാണ് ഞാനിത് ചുട്ടെടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത മാവ് ഇതുപോലെ തന്നെ ഒഴിച്ച് ചുട്ടെടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇത് വേവിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് ഉള്ളതെങ്കിൽ അതിലും ചുട്ടെടുക്കാം. ബണ്ണിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുഴിയുള്ള ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ പാനിലും ചുട്ടെടുക്കാം. ഫസ്റ്റ് ചുട്ടെടുത്ത ബൺദോശയാണിത്. നല്ല ആരൊക്കെ വന്നിട്ടുണ്ട്. ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ബാക്കിയുള്ള മാവിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ബേക്കിംഗ് സോഡ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതുപോലെ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാം. ഇതിൻ്റെ നടുഭാഗമൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത അപ്പം മിഡിൽ ഭാഗം കുറച്ച് പൊങ്ങി വന്നതായി തോന്നി. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത മാവ് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ എല്ലാ സൈഡും നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ പുരട്ടി കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
ഉഴുന്നൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. രാത്രി അരച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിൻ്റെ മാവിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആവും. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. അടുത്ത അപ്പവും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ബൺദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തക്കാളി ചട്നിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വൈറലായിക്കൊണ്ടിരുന്ന ഈ ബൺദോശ നിങ്ങൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ബണ്ണ് പോലെ തന്നെ നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൺദോശയാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.